നമസ്കാരം, ഞാൻ രാധാകുറും. ആദ്യമായി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വ്യത്യസ്തമായ എൻ്റെ മനസ്സിൽ കുറേ ദിവസം കൊണ്ടിങ്ങനെ എന്നെപ്പോലെ പ്രായമായ ചില ആളുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആശയം ഇങ്ങനെ ഉരുത്തിരിഞ്ഞായിരുന്നു. നമ്മളൊരു സമയം കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം കഴിഞ്ഞു, അവർക്ക് ജോലിയായി, അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞു, അവർ ദൂരത്തോട്ടൊക്കെ പോയി കഴിയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ടല്ലേ. ഇനി എന്താ എൻ്റെ ലൈഫ്, ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകണം എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം നമുക്കിനിയും ഇനിയാണ് നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നത്. കാരണം കുട്ടിക്കാലത്ത് നമുക്കറിയില്ലല്ലോ. കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ചു. ഒരു പ്രായമായപ്പോൾ നമ്മളെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി നമ്മൾ ജീവിച്ചു. അത് കഴിയുമ്പോൾ കുട്ടികളായി, കാലക്രമത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു. അപ്പോൾ ഈ കാലഘട്ടമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പം ഈ അനുഭവിക്കുന്ന ഈ കടന്നു പോകുന്ന നിമിഷം അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആസ്വദിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ? ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ എന്ത് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതോ മക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? തനിയെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ മാറി എനിക്കെല്ലാം കഴിയും, എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് സ്വയം ഒരു തോന്നലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ തോന്നലിനെയാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് പലതും ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ കഴിയും, ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം. അത് നേടിയെടുക്കുന്നതിനാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ സ്നേഹിക്കുക. ഇത്ര നാൾ നമ്മൾ നമ്മളെ സ്നേഹിച്ചോ? ഇല്ല അല്ലേ? നമുക്ക് വേണ്ടി 10 മിനിറ്റ് എങ്കിലും ഒരു ദിവസം മാറ്റിവെക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്കിഷ്ടമുള്ളിടത്തൊക്കെ അമ്പലങ്ങളോ, അവിടെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാരുടെ വീടുകളിലോ അവിടെയൊക്കെ പോവുക. മാക്സിമം നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക. അതുപോലെ തന്നെ നമ്മളിലുള്ള കലകളെ, അതായത് പാട്ടുപാടാൻ ചിലർക്ക് താല്പര്യമായിരിക്കും, ചിലർക്ക് എഴുതാനായിരിക്കും താല്പര്യം, ചിലർക്ക് കവിത എഴുതാനായിരിക്കും താല്പര്യം. അങ്ങനെയുള്ള നമ്മളുടെ കലാവാസനകളെ നമ്മൾ കണ്ടെത്തി നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരാഴ്ചയിൽ ഒരു 5 ദിവസം നമുക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ പ്രായമായി പോയിട്ടില്ല, നമുക്കിനിയും സമയമുണ്ട്. നമ്മളെ ആ സമയം നമ്മൾ തീർച്ചയായിട്ടും വിനിയോഗിക്കണമെന്ന് തന്നെയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്രായമുള്ള എനിക്കിപ്പം 57 വയസ്സായി. ഈ 57 വയസ്സുള്ള ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ ഞാൻ ഒരുങ്ങി തന്നെ നടക്കാറുള്ളത്. അപ്പം നമുക്ക് വേണ്ടി നമ്മൾ കയ്യിൽ കുറച്ച് മോയ്സ്ചറൈസർ പുരട്ടുവോ, അല്ലെ മുഖത്തിച്ചിരി ക്രീമോ ഫൗണ്ടേഷനോ പൗഡറോ ഒക്കെ തേക്കുവോ, അല്ലെങ്കിൽ ചുണ്ടിൽ ഇച്ചിരി ലിപ്സ്റ്റിക് ഇടുവോ എല്ലാം ചെയ്യുന്നവരാണോ നിങ്ങൾ? അപ്പം നമുക്കിഷ്ടം അനുസരിച്ച്, അതുപോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ കുറച്ച് നാളൊന്ന് ജീവിക്കേ. അത് നമ്മുടെ സമൂഹത്തിന് അനുസൃതമായിട്ട്, അല്ലാതെ സമൂഹത്തെ നമ്മൾ ഭയക്കണം. തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ സമൂഹത്തെ ഭയക്കണം. ജീൻസും ടീഷർട്ടും ഒന്നും ഇട്ടുകൊണ്ട് നടക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ചുരിദാർ ഇടാൻ ആഗ്രഹമുണ്ടോ? ഇപ്പം നാട്ടിലെല്ലാവരും ചുരിദാർ ഇടുന്നവരാ. നമുക്ക് ചുരിദാർ ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ചുരിദാർ 1-2 ജോഡി ചുരിദാർ വാങ്ങിച്ചിട്, അതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് സെറ്റുമുണ്ടുമാണോ ഇഷ്ടം, അത് വാങ്ങിക്കുക. സാരിയാണോ ഇഷ്ടം, അത് വാങ്ങിക്കുക. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊന്ന് ജീവിച്ചു നോക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് കഴിയാവുന്നിടത്തോളം നമ്മൾ നമ്മുടെ ഏണിങ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഏണിങ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വേറെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അപ്പം നമ്മൾ ആദ്യം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പം നമുക്ക് ഒറ്റയ്ക്ക് മുന്നേറാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് മുന്നേറാൻ കഴിയുമ്പോഴാണ് നമ്മൾ ആത്മവിശ്വാസമുള്ളവരായിട്ട്